ജനങ്ങളിൽ നിന്നും പണം പിരിച്ചുകൊണ്ട് ആശാപ്രവർത്തകർക്ക് ഓണറേറിയം നൽകുന്ന പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന് പറഞ്ഞ് തന്നെ വിലക്കിയെന്ന് മല്ലിക സാരാഭായിയുടെ കുറിപ്പ്. ആരുടെയും പേര് പരാമർശിക്കാതെയാണ് കുറിപ്പ് പങ്കുവച്ചത്. ആശാപ്രവർത്തകരുടെ അക്കൗണ്ടിലേക്ക് 1000 രൂപ കൈമാറിയ മല്ലിക സാരാഭായ് തൃശൂർ ബാലഭവനിൽ നടന്ന ചടങ്ങിന് പിന്തുണയും പ്രഖ്യാപിച്ചു. കലാമണ്ഡലം ചാൻസലർ പദവിയിൽ ഇരിക്കുന്നതിനാൽ തനിക്ക് സ്വന്തം അഭിപ്രായങ്ങൾ പറയാൻ കഴിയില്ലേ എന്ന ചോദ്യവുമായാണ് മല്ലിക സാരാഭായിയുടെ ഫേസ്ബുക്ക് കുറിപ്പ്. തൃശൂർ ജവഹർ ബാലഭവനിൽ ആശാവർക്കർമാർക്ക് സമൂഹത്തിൽ നിന്ന് പിരിച്ച തുക കൈമാറുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് എതിർപ്പുകൾ നേരിട്ടു. എന്നാൽ അവയെല്ലാം അവഗണിച്ച് മല്ലിക സാരാഭായ് ഓൺലൈനിലൂടെ ആശാവർക്കർക്ക് തുക കൈമാറി. ആശമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ശ്രീമതി മല്ലിക സാരാഭായ് അയച്ച കാശ് ഞാൻ സ്വീകരിച്ചു. എന്റെ ഫോണിൽ വന്നിട്ടുണ്ട്. ഒരുപാട് നന്ദി പറയുന്നു ആശമാർക്ക്. ഇങ്ങനൊരിതിന് പൗരസംഘടന ഇങ്ങനെ ചെയ്തതിന് ഒരുപാട് നന്ദി പറയും. ആശാവർക്കർമാർ സമൂഹത്തിൽ അവഗണിക്കപ്പെടുകയാണെന്നും ആശാവർക്കർമാർ വിലമതിക്കപ്പെടേണ്ടതാണെന്നും മല്ലിക സാരാഭായ് സന്ദേശം നൽകി. ചടങ്ങ് കവി റഫീഖ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മല്ലിക സാരാഭായിക്കെതിരെയുള്ള നടപടിയിൽ പ്രതിഷേധവുമായി സാറാ ജോസഫ് രംഗത്തെത്തി. മല്ലിക സാരാഭായിയുടെ നേർക്ക് അത്തരത്തിലുള്ളൊരു സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അത് ദയനീയമായിട്ടുള്ളൊരു കാര്യമാണ്, വിഷമമുള്ളൊരു കാര്യമാണ്. സാമൂഹിക പ്രവർത്തക കുസുമം ജോസഫ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ MP സുരേന്ദ്രൻ, തൃശൂർ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.